ഇന്നലെ ഫുള്ളായിട്ട് ഒരു വെടിക്കെട്ട് ഡേ ആണെന്ന് വേണം പറയാട്ടോ. കാരണം ഡബിൾ ഹെഡർ മാച്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ മാച്ച് ഓൾറെഡി ഡി സിയുടെ ഭാഗത്ത് നമ്മുടെ കെ എൽ രാഹുലും നിതീഷ് റാണയും കൂടി ഒരു വെടിക്കെട്ട് നടത്തി. അത് കഴിഞ്ഞ് പഞ്ചാബ് അത്രയും വലിയൊരു ചേസിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഭാഗത്ത് ഒരു വെടിക്കെട്ട്, പ്രിയാൻ ഷാരിയും പ്രഭ് സിമ്രാനും, അത് കൂടാണ്ട് ശ്രേയസ് അയ്യർ പിന്നീട് വന്നിട്ട് ആ ഒരു വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് ഒന്ന് ശാന്തമായിട്ടിരിക്കുമ്പോഴാണ് ഏകദേശം ആ മാച്ച് കഴിഞ്ഞില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ, കാരണം ഇന്നത്തെ മാച്ച് ഇച്ചിരി ഒന്ന് ലേറ്റ് ആയിരുന്നല്ലോ, നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ഇൻസിഡന്റ് ഒക്കെ നടന്നതിന് ശേഷം കുറച്ചു നേരം ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഡിലേന്റെ കാരണം കൊണ്ട് തന്നെ ഓൾറെഡി കമന്റേറ്റേഴ്സ് പറയുന്നുണ്ടായിരുന്നു അപ്പുറത്ത് സിക്സ് അടിച്ച് തുടങ്ങി എന്നുള്ളത്. അത് പിന്നീട് നോക്കിയപ്പോഴാണ് കണ്ടത്. ഒന്ന് ബാക്കോട്ട് മൊമെന്റ്സ് അടിച്ചു നോക്കി കാണാൻ പറ്റും. ഇപ്പുറത്തെ മാച്ചിലെ വെടിക്കെട്ട് കഴിയുന്നതിന് മുന്നേ തന്നെ അടുത്ത വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. IPL കരാർ എടുത്തിട്ടുണ്ടോ എന്നറിയില്ല ഇപ്രാവശ്യം ഒരു ഫുള്ള് പൂര വെടിക്കെട്ട് അവിടെ നടത്താന്നുള്ളത്. അത് ബാറ്റിംഗ് വെടിക്കെട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ മാച്ചിൽ അഗെയിൻ RR 228 റൺ എടുത്തിരുന്നെങ്കിൽ അത് 9 ബോൾ ബാക്കി നിൽക്കെ 5 വിക്കറ്റ് നഷ്ടത്തിൽ ചേസ് ചെയ്ത് ജയിക്കുകയും ചെയ്ത് 229. RR ബാറ്റ് ചെയ്ത് തുടങ്ങിയപ്പം യെസ് ഒബിയസ്ലി നമ്മുടെ സൂര്യവംശി എന്നത്തെയും പോലെ ഇന്നലെയും വെടിക്കെട്ടോടുകൂടി തന്നെ തുടങ്ങി. ആള് വെടിക്കെട്ട് അടിച്ചടിച്ചടിച്ച് അവസാനിപ്പിച്ചത് 103 റൺസിലായിരുന്നു. 37 ബോളിൽ 103 റൺസ്, 12 സിക്സും 5 ഫോറും, 200 മേലെ സ്ട്രൈക്ക് റേറ്റ്. അതിന്റെ കൂടെ നമ്മുടെ ധ്രുവ് ജുറേൽ സൈഡായിട്ട് അടിച്ച് ഒരു 50 ഒക്കെ അടിച്ചു. ആ 50യിൽ ഒരു നല്ല സിക്സ് ഉണ്ടായിരുന്നു. ആ സിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 101 മീറ്റർ അടിച്ചൊരു സിക്സ് ഉണ്ടായിരുന്നു. പക്ഷേ സൂര്യവംശി എന്നത്തെയും പോലെ തന്നെ ആ ഒരു വെടിക്കെട്ട് തന്നെയായിരുന്നു. 15 ബോളിൽ തന്നെ 50 അടിക്കുകയും ചെയ്തു. ആൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. അവരുടെ ഓൾറെഡി ഏജ് 15 ആയതുകൊണ്ട്. ഇതിന് മുന്നേ ഒരു മാച്ചിൽ 15 ബോളിൽ 50 അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയും അത് തന്നെ സംഭവിച്ചു. ലാസ്റ്റിൽ നമ്മൾ ഫെറേര വന്നിട്ട് 16 ബോളിൽ 33 റൺസ്, 3 സിക്സും 3 ഫോർ അടിച്ച് 200 മേലെ സ്ട്രൈക്ക് റേറ്റിൽ വെടിക്കെട്ട് എഗെയിൻ ഒരു എൻഡ് വെടിക്കെട്ട്, ഫിനിഷിംഗ് വെടിക്കെട്ടും കൂടി RRന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ 228 എന്നുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ടോട്ടലിൽ RR എത്തി. പാറ്റ് കമിൻസിന്റെ കംബാക്ക് മാച്ച് തന്നെ ആയതുകൊണ്ട് തന്നെ പാറ്റ് കമിൻസ് നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്യുന്നുണ്ടായിരുന്നു. എക്കണോമി പിടിച്ചുകൊണ്ട് തന്നെ ഒരു വിക്കറ്റും എടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഇഷാൻ മലിംഗ എന്നത്തെയും പോലെ 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എക്കണോമി കുഴപ്പമില്ലാത്ത രീതിയിൽ 10 താഴെ തന്നെ പിടിച്ച് ബോൾ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ഫേവറേറ്റ് നിതീഷ് കുമാർ റെഡ്ഡി 10 ആ ഒരു എക്കണോമിയിൽ തന്നെ പിടിച്ച് ഒരു വിക്കറ്റ് ആളും എടുത്തിട്ടുണ്ടായിരുന്നു. ഷാക്കിബ് ഹുസൈനും പ്രഫുൽ ലിംഗയ്ക്കൊക്കെ ഓരോ വിക്കറ്റ് കിട്ടിയെങ്കിലും നന്നായിട്ട് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. 62 റണ്ണായിട്ടാണ് ഷാക്കിബ് ഹുസൈൻ കൊടുത്തത്. പ്രഫുൽ ലിംഗ ആണെങ്കിൽ ഒരു റണ്ണിനാണ് 50 നഷ്ടമായിരുന്നു. 229 തന്നെ ചേസിലോട്ട് SRH ബാറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് ബോളിൽ വിക്കറ്റ് കിട്ടേണ്ടതായിരുന്നു നമ്മുടെ ആർച്ചറിന്. പക്ഷെ ആ ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് നമ്മുടെ ധ്രുവ് ജുറേൽ. പക്ഷെ അത് കഴിഞ്ഞ് ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ തന്നെ അതേ ഓവറിൽ തന്നെ ധ്രുവ് ജുറേൽ എഗെയിൻ ഒരു ക്യാച്ച് എടുത്ത് ട്രാവിസ് ഹെഡിന്റെ തന്നെ സെയിം. അങ്ങനെ ട്രാവിസ് ഹെഡ് അത്ര വലിയ റൺസ് എടുക്കാതെ പോയി. പക്ഷെ അതിനുശേഷം കണ്ടത് ഒരു വലിയ പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. നമ്മുടെ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും കൂടി ചേർന്ന് 29 ബോളിൽ 57 റൺസ്, 11 ഫോറും ഒരു സിക്സും, 196 സ്ട്രൈക്ക് റേറ്റ് അഭിഷേക് ശർമ്മ അടിച്ചെങ്കിൽ ഇഷാൻ കിഷൻ ആണെങ്കിൽ 31 ബോളിൽ 74 റൺസ്, 11 ഫോർ തന്നെ, പക്ഷെ 3 സിക്സ് അടിച്ചിട്ടുണ്ടായിരുന്നു. 200 മേലെ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു. ശരിക്കും ഇന്നലെ അഭിഷേകിന്റെ കളി എന്ന് പറയുന്നത് സാധാരണ അഭിഷേക് കളിക്കുന്ന ഒരു സ്റ്റൈൽ ആയിരുന്നില്ല എന്ന് തോന്നി. കാരണം അഭിഷേകിന്റെ നമ്മുടെ അറിയാലോ സ്കോർ വരുന്ന സമയത്ത് കൂടുതൽ സിക്സസ് ആണ് കൂടുതൽ ഉണ്ടാവാറ്. പക്ഷെ ഇന്നലെ അങ്ങനെ ആയിരുന്നില്ല. ഇന്നലെ ഗ്രൗണ്ട് ഷോട്ട്സ് കുറച്ചധികം അടിച്ചിട്ടുണ്ടായിരുന്നു. ഈവൻ ചില ഷോട്ട്സ് ഒക്കെ കളിക്കാൻ വന്ന സമയത്തും ഇടയ്ക്ക് ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ള ചേഞ്ചും സ്കിൽ ഷോട്ടും കാര്യങ്ങളൊക്കെ ആള് ടെക്നിക്കലി എല്ലാം കളിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇഷാൻ കിഷൻ ഒട്ടും ഒരു കുറവില്ല, ഒരു മയമില്ല, അടിയോട് അടി തന്നെയായിരുന്നു. ആ ഒരു പാർട്ട്ണർഷിപ്പാണ് ശരിക്കും SRHന് കൂളായിട്ട് ജയിക്കാനുള്ള ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമ്മളെ ക്ലാസ്സിലാണെങ്കിൽ 24 ബോളിൽ 29 ഒരു കുഴപ്പമില്ലാത്തൊരു ഇന്നിംഗ്സ് കളിച്ചു. പക്ഷേ നിതീഷ് കുമാർ റെഡ്ഡി വെടിക്കട്ടെ 18 ബോളിൽ 36 റൺസ്, 2 ഫോറും 3 സിക്സും, 200 സ്ട്രൈക്ക് റേറ്റ്. ആ ഒരു അടി ഇല്ലായിരുന്നെങ്കിൽ മാച്ച് ചിലപ്പം എൻഡിലോട്ട് പോയേനെ. അതായത് ലാസ്റ്റ് ഓവറിലോട്ട് ഒരു പ്രഷർ സിറ്റുവേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ടെൻഷൻ മൊമെന്റിൽ ത്രില്ലർ എലമെന്റിലോട്ട് പോയേനെ. പക്ഷെ ആ ഒരു സംഭവത്തിലോട്ട് പോപ്പിക്കാണ്ട് ഇന്നലെ ശരിക്ക് കളീനെ പെട്ടെന്ന് ഈസിയാക്കി കൊടുത്ത് നിതീഷ് കുമാർ റെഡ്ഡിയുടെ ആ ഒരു ഇന്നിംഗ്സ് ആയിരുന്നു. മെയിൻ ബൗളേഴ്സും പാർട്ട് ടൈം ബൗളേഴ്സും ഓൾറൗണ്ടേഴ്സും എല്ലാവരും കൂടി ചേർന്ന് 8 ബൗളേഴ്സാണ് ഇന്നലെ RRന് വേണ്ടി ബോൾ എറിഞ്ഞത്. കാരണം ഇവരുടെ വിക്കറ്റ്സ് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, റണ്ണൊഴുക്ക് തടയാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ 8 ബൗളേഴ്സിനെ കൊണ്ട് ബോൾ ചെയ്യിപ്പിച്ചു എന്ന് തോന്നിച്ചെങ്കിലും പക്ഷെ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആളെ ചെയ്യിപ്പിച്ചോ എന്നുള്ളൊരു കാര്യം എനിക്ക് ചെറുതായിട്ടൊന്ന് ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഇന്നലെ നമ്മളെ രവീന്ദ്ര ജഡേജയ്ക്ക് ഒരു ഓവറിൽ 11 റണ്ണാണ് കിട്ടിയത്. ഓക്കെ, 11 റണ്ണ് കിട്ടിയെങ്കിലും രവീന്ദ്ര ജഡേജ അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഓൾറൗണ്ടർ ആണ്, അതും ബൗളിംഗ് ഓൾറൗണ്ടർ ആണ്, നന്നായിട്ട് ബോൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ വേറൊരു ഓവറും കൂടി പരീക്ഷിക്കായിരുന്നു. വേണമെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ആ ഒരു അടുപ്പിച്ച് 2 ഓവർ കൊടുക്കാതെ ഇച്ചിരി അടുത്തൊരു ഓവർ വേറെ ആർക്കും ചെയ്യിപ്പിച്ചതിന് ശേഷം ഇച്ചിരി കഴിഞ്ഞൊരു 3 ഓവർ കഴിഞ്ഞിട്ടോ 4 ഓവർ കഴിഞ്ഞിട്ടോ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ട്രൈ അടിക്കായിരുന്നു. ആ സമയത്ത് ചിലപ്പോൾ ഒരു വിക്കറ്റ് വീണേനെ എന്ന് തോന്നി. കാരണം ഇതിന് മുന്നേയുള്ള മാച്ചസിലൊക്കെ രവീന്ദ്ര ജഡേജ അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്കണോമി തന്നെയാണ് ബോൾ എറിഞ്ഞത്. ഇന്നലെ അവിടെ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരാണ് അഭിഷേക് ശർമ്മ ആണെങ്കിലും ഇഷാൻ കിഷൻ ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പിന്നേഴ്സിനെ കളിക്കുന്നതിന് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പം ആ ഒരു രീതിയിലായിരിക്കാം വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ട്രൈ അടിക്കായിരുന്നു എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ രവി ബിഷ്ണോയും ഒരു മെയിൻ ബോളറാണ്. പക്ഷേ രവി ബിഷ്ണോയ്ക്കും ഇന്നലെ ഒരു ഓവറിൽ അടി കിട്ടിയപ്പോൾ തന്നെ ആളുടെ ഓവർ മാറ്റി പിന്നീട് വേറെ ആൾക്കാർക്ക് ബോൾ കൊടുക്കായിരുന്നു. ശരിക്കും രവി ബിഷ്ണോയെ നമുക്കറിയാം കഴിഞ്ഞ 1-2 മാച്ചസിൽ കിഡിലായിട്ട് വിക്കറ്റ് എടുത്ത് റൺ ഇവൻ കൊടുത്താൽ പോലും ആൾ വിക്കറ്റ് എടുക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്നലെ എന്തുകൊണ്ട് പിന്നീട് ഒരു ഓവർ ട്രൈ അടിച്ചില്ല എന്നുള്ളൊരു ഒരു ചെറിയൊരു എന്റെ ഭാഗത്തുള്ളൊരു പരാതി ഉണ്ട് റിയാൻ പരാഗിനോട്. ബോളിംഗിൽ എന്നത്തെയും പോലെ ജോഫ്ര ആർച്ചർ 34 റൺ വിട്ടെടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആൾ തന്നെയാണ് എക്കണോമിയിൽ പിടിച്ചു നിന്നത്. ബാക്കി എല്ലാവരും 10 മേലെ എക്കണോമി കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്രിജേഷ് ശർമ്മയ്ക്ക് 2 വിക്കറ്റും നമ്മുടെ ഫെരേരയ്ക്ക് 1 വിക്കറ്റും കിട്ടി. ഇന്നലത്തെ മാച്ച് ഒരു കംപ്ലീറ്റ് SRH ഷോ അല്ലെങ്കിൽ കംപ്ലീറ്റ് RR ഷോ എന്ന് പറയാൻ പറ്റില്ല. ഒരു 50-50 മാച്ച് ആയിരുന്നു. പക്ഷേ SRH ബാറ്റ് ചെയ്ത സമയത്ത്
ഫുള്ളി SRHന്റെ കയ്യിലായിരുന്നു മാച്ച് എന്ന് പറയാം. RR ബാറ്റ് ചെയ്ത സമയത്ത് ഒരു സ്ഥലത്തൊക്കെ RR ഡോമിനേറ്റ് ചെയ്തെങ്കിലും പിന്നീട് അങ്ങോട്ട് SRHന്റെ ഒരു കംബാക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും 228 നിന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ DC മാച്ച് കണ്ടല്ലോ, അപ്പൊ അതുപോലെ ആയനെ 260 മേലെയൊക്കെ സ്കോർ പോയേനെ. പക്ഷെ അവിടെ പാറ്റ് കമിൻസിന്റെ കറക്റ്റ് ടൈമിങ്ങിലുള്ള ആ ഒരു ഇടപെടൽ കൊണ്ടാണ് വിക്കറ്റുകൾ വന്നതും. അതുപോലെ തന്നെ ഇഷാൻ കിഷൻ ഇന്നലെ നല്ല രീതിയിൽ ഫോം ആവുകയും ചെയ്തു. ആൾക്ക് ഇപ്പോൾ ഒരു സ്ട്രെസ്സും ഇല്ല, ക്യാപ്റ്റനല്ല, കളിക്കുക മാത്രം. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ്, നന്നായിട്ട് അടിക്കുക, ആ ഒരു ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ. ഇന്നലത്തെ ജയത്തോടുകൂടി പോയിന്റ് ടേബിളിൽ മുകളിലോട്ട് കയറിയിട്ടുണ്ട് SRH. ഇനിയുള്ള മാച്ചസ് എന്തായിരിക്കും എന്നുള്ള കണ്ടന്റ് അറിയണം. ഇന്ന് ഡബിൾ ഹെഡർ ഉണ്ട്, നമുക്ക് അടുത്ത മാച്ചിന്റെ വിശേഷങ്ങളായിട്ട് കാണാം. ഇത്രയുള്ളൂ.